പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം കോഴിക്കോടും ജില്ലാ വടകര ക്ലസ്റ്ററും സംയുക്തമായി നടത്തുന്ന പ്രഭ പദ്ധതിക്ക് തുടക്കം. ഭിന്നശേഷിക്കാരായവർക്ക് വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. പ്രഭ പദ്ധതിയുടെ ഭാഗമായി വീൽചെയറുകൾ, വാട്ടർ ബെഡുകൾ ഉൾപ്പെടെ 1.5 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് 100ഓളം പേർക്ക് വിതരണം ചെയ്തത്. വളർന്നുവരുന്ന തലമുറയിൽ സൃഷ്ടിക്കേണ്ട നന്മയുടെ അവബോധമാണ് പ്രഭ പദ്ധതിയിലൂടെ പകർന്നു നൽകുന്നത് എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സാമൂഹ്യ സേവനത്തിനുള്ള ത്യാഗനിർഭരമായ സന്നദ്ധത ഇതുവഴി പ്രകടമാക്കാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇവിടെ വിവിധ ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ല. ഇതൊക്കെ വാസ്തവത്തിൽ മാതൃകാപരമായ ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ ആ ധർമ്മനിർവഹണത്തിൻ്റെ ശംഖനാദമാണ് ഇവിടെ ഉറങ്ങി കേൾക്കാൻ കഴിയുന്നത്. നിങ്ങളെപ്പോലുള്ള നിഷ്കളങ്കരായ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ ബോധവൽക്കരണം, ഈ ക്രിയാത്മകമായ സാമൂഹ്യ സേവന സന്നദ്ധത, ജീവകാരുടെ പ്രധാനമായ മാനുഷിക ധർമ്മങ്ങൾ, ഇതൊക്കെ ഈ വർത്തമാനകാലത്ത് നിങ്ങളിലൂടെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നത് ഏറ്റവും നല്ല കാര്യമാണ്. വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ മുഖ്യപ്രഭാഷണവും നടത്തി. കൈരളി ന്യൂസ്, കോഴിക്കോട്.